ശബരിമല സ്വർണ്ണമോഷണ കേസിൽ SIT സംഘം ശബരിമലയിൽ സാമ്പിൾ ശേഖരിക്കാനായി സന്നിധാനത്ത് പരിശോധന. SIT സന്നിധാനത്തും സമീപത്തും സ്വർണ്ണപ്പാളികളുടെ അളവ് എടുക്കുന്നു. സുജു ടി ബാബു ചേരുകയാണ്. സുജു, നട ഇന്നിപ്പോൾ തുറന്നതേയുള്ളൂ. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ശ്രീകോവിലേക്ക് എത്തിയിരിക്കുന്നത്. എത്ര ദിവസത്തേക്കാണ് പരിശോധന? എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? സിന്ധൂരി, അല്പസമയം 5 മണിയോടുകൂടിയാണ് പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. കുംഭമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറന്നിരുന്നു. തുറന്നതിന് പിന്നാലെയാണ് ഈ ഉദ്യോഗസ്ഥർ, അതായത് SP ശശിധരൻ അടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് ചുമതലയുള്ള SP ശശിധരനും ലീഗൽ മെട്രോളജി വകുപ്പിലെ മറ്റു ഉദ്യോഗസ്ഥരുമാണ് ഇപ്പോൾ സന്നിധാനത്ത് പരിശോധന നടത്തുന്നത്. അവർ ഇന്ന് 2 മണിയോടുകൂടി സന്നിധാനത്തെത്തുകയും പിന്നീട് ഒരു അവലോകന യോഗം കൂടി ഇതിന്റെ പരിശോധന സംബന്ധിച്ച് അതിനുശേഷമാണ് ഇപ്പോൾ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. പരമാവധി 2 ദിവസമായിരിക്കാം ഈ സംഘം ശബരിമല തുടരുക. ഇത്തരം ഒരു പരിശോധനയിലേക്ക് എത്തേണ്ട സാഹചര്യം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം DSSPയുടെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയിരുന്നെങ്കിൽ, എന്നാൽ അത് പൂർണ്ണമായി തൃപ്തികരമായ രീതിയിൽ അതിൽ നിന്ന് റിപ്പോർട്ട് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ പരിശോധന നടത്തുന്നത്. ഇനി ലഭിക്കുന്ന സാമ്പിളുകൾ ശേഖരിച്ച ശേഷം അത് മുംബൈയിലെ ഭാഭ അറ്റോമി റിസർച്ച് സെന്ററിലേക്ക് അയക്കുകയും അവിടുത്തെ വിദഗ്ധ ലാബിൽ ഇത് പരിശോധന നടത്താൻ തന്നെയാണ് SITയുടെ തീരുമാനം. അതിനൊരു കാരണം എന്ന് പറയുന്നത് ഈ സ്വർണ്ണമോഷണ കേസിൽ സ്വർണ്ണം അപഹരിച്ചത് എത്ര എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. നിലവിലെ പരിശോധനയിൽ അത് കൃത്യമായി കണ്ടെത്തിയിട്ടില്ല. നേരത്തെ കട്ടിളപ്പാളിയിലെയും വാതിൽപ്പടിയിലെയും സ്വർണ്ണമാണ് സാമ്പിൾ പരിശോധനയ്ക്ക് എടുത്തെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല. എല്ലാ ഭാഗത്തുനിന്നും വ്യത്യസ്ത തരത്തിൽ ഈ സ്വർണം സാമ്പിൾ ശേഖരിക്കാൻ തന്നെയാണ് SITയുടെ തീരുമാനം. ഇപ്പോൾ പ്രധാനമായി ഈ ശ്രീകോവിലിന് മുമ്പിൽ ഒരു തൂണിൽ നിന്നും അതുപോലെ സ്വർണം ഇളക്കി മാറ്റിക്കൊണ്ട് അതിൽ നിന്ന് സാമ്പിൾ ശേഖരിക്കാനുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നാളെയും ഇത് തുടരുമെന്ന് കരുതുന്നത്. ആദ്യഘട്ടത്തിൽ നട അടച്ചതിന് ശേഷമായിരിക്കാം നടപടി എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. നട തുറന്നിരിക്കുമ്പോൾ തുറന്നതിന് പിന്നാലെ തന്നെ എത്തി ശ്രീകോവിലിന് പിൻഭാഗത്ത് സ്വർണ്ണപ്പാളിയും ഇപ്പോൾ ഇളക്കുകയാണ്. എന്തായാലും പരിശോധന തുടരുകയാണ്. വൈകിട്ട് 7 മണിയോടെ തന്നെ ഇന്നത്തെ പരിശോധന പൂർത്തിയാക്കി നാളെ വീണ്ടും രാവിലെ ആരംഭിക്കാനാണ് സാധ്യത. സിന്ധൂരി.